ദാവീദ് ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധി ചോദിച്ചു, കർത്താവേ, നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നിനക്ക് എന്ത് പ്രത്യുപകാരം ചെയ്യും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തും. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടും ഞാൻ. എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടും ഞാൻ. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാ യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ വായിക്കുന്നു. ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുന്നത്, ഒന്നാം നാൾ മുതൽ ഇതുവരെയും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ ചെന്നത് എങ്ങനെയാണ്, ഏത് മിഷണറി യാത്രയിലായിരുന്നു, ആരൊക്കെയായിരുന്നു തന്നോട് കൂടെ ഉണ്ടായിരുന്നത് ഇത്യാദി വളരെ വിശദമായിരിക്കുന്ന ആശയങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം വായിക്കുന്നതോടൊപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം കൂടി വായിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, ഒന്നാം നാൾ മുതൽ ഇതുവരെയും എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ 2-ാമത്തെ മിഷണറി യാത്ര AD 51 തുടങ്ങുമ്പോൾ യവനനായ തിമോത്തിയോസിനെയും ലൂക്കോസിനെയും കൂട്ടി താൻ ഏഷ്യയിൽ പോയി ദൈവവചനം പ്രസംഗിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം. എന്നാൽ
യേശുവിൻ്റെ ആത്മാവ് അവിടെ പ്രസംഗിക്കണ്ട എന്ന് വിലക്കിയത് കൊണ്ട് നേരെ അവിടുന്ന് ത്രോവാസിലേക്ക് വന്നു. ത്രോവാസിൽ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്നതായ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് തനിക്ക് ഒരു വലിയ വെളിപ്പാട് നൽകുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതായത് പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലാകും. വായിച്ചാട്ട് അവർ മുസ്യ കടന്ന ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഓക്കെ, ഏഷ്യയിൽ പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇവർ വന്നതെങ്കിലും അവിടെ പ്രസംഗിക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയത് കൊണ്ട് മൂസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു ദർശനം കണ്ടു. മക്കദോന്യക്കാരനായിരിക്കുന്ന പുരുഷൻ അരികെ നിൽക്കുന്നു. മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോമാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്കും പിറ്റേന്നാൾ നവപ്പൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1-ാം നാൾ മുതൽ ഇതുവരെയും എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന് സ്വർഗത്തിലെ ദൈവം നൽകിയ ദർശനമനുസരിച്ച് ത്രോവാസിൽ നിന്ന് താൻ AD 51 നേരെ ഫിലിപ്പിയിലേക്ക് വന്നു. ഫിലിപ്പിയിൽ വന്ന് ശബത്തിന്റെ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും സിനഗോഗ് ഉണ്ടോ എന്ന് തപ്പി നടക്കുന്ന അപ്പോസ്തലനായ പത്രോസ് ഒരു പുഴവക്കത്ത് ഒരു കൂട്ടം സഹോദരിമാർ വട്ടം കൂടി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന സ്കാർലറ്റ് വിൽപ്പനക്കാരി, രക്താംബരം വിൽക്കുന്നവളായിരിക്കുന്ന ലിദിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊടുകയും അങ്ങനെ അവളുടെ ഹൃദയം യേശുക്രിസ്തുവിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, 1-ാം നാൾ മുതൽ ഇതുവരെയും എന്ന് പറയുമ്പോൾ ഫിലിപ്പിയ ദേശത്തിൽ അപ്പോസ്തലനായ പൗലോസ് വന്ന അന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ പുഴവക്കത്തിരുന്ന് രക്താംബരം വിൽക്കുന്ന ലിദിയ എന്ന സഹോദരി ദൈവവചനം കേട്ട് അന്ന് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവൾ സ്നാനപ്പെടുവാനായിട്ടിടയായി തീർന്നു. അന്ന് മുതൽ ഫിലിപ്പിയ സഭയുമായിട്ട് അപ്പോസ്തലനായ പൗലോസിനൊരു വലിയ ബന്ധമുണ്ട്. പൗലോസ് പറയുകയാണ്, ആ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1-ാം നാൾ മുതൽ ഇതുവരെയും എന്ന് പറയുമ്പോൾ AD 51 പോയി തുടങ്ങി വെച്ച സഭയിലെ ആദ്യത്തെ വിശ്വാസിയാണ് ലിദിയായും കുടുംബവും. അതിനുശേഷം രണ്ടാമത് വന്ന കുടുംബം വേദപുസ്തക പ്രകാരം നോക്കിയാൽ അത് ജയിൽ സൂപ്രണ്ടും കുടുംബവും രക്ഷിക്കപ്പെട്ടു സഭയിലേക്ക് വന്നു. അങ്ങനെ ആ സഭ ഒരു വലിയ വിശാലതയിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ വിശ്വസ്തന്മാരെ സഭാ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് താൻ അടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടു. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നമ്മൾ ആ സ്പോർട്സിന് വന്നപ്പോൾ പറഞ്ഞതുപോലെ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഈ ആവേശം സ്പോർട്സിൽ മാത്രം പോരാ, ആരാധനയ്ക്കകത്തും വേണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ദൈവവചനം എനിക്ക് മനസ്സിലായി, ഇടയ്ക്കിടയ്ക്ക് സ്പോർട്സ് ഒക്കെ നല്ലതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, 1-ാം നാൾ മുതൽ ഇതുവരെയും AD 51 അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയെ വിട്ടു പോയെങ്കിലും അതിനുശേഷം നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫിലിപ്പിയ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസ് ഒരു കത്തെഴുതുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വിവിധ ഇടങ്ങളിൽ പോയി സഭകളൊക്കെ സ്ഥാപിച്ച് നീണ്ട ചില വർഷങ്ങൾ കഴിഞ്ഞ് AD 61 ആയപ്പോൾ ഫിലിപ്പിയ സഭയിൽ ഒരു അറിവ് കിട്ടി. തങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ ജയിലിനകത്താണെന്ന്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ക്ഷേമം അന്വേഷിക്കുവാൻ ഫിലിപ്പിയ സഭ ഒരു ഓഫറിംഗ് എടുത്ത് എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി റോമയിൽ പോയി പൗലോസിനെ കണ്ട് പൗലോസിന്റെ ക്ഷേമം അന്വേഷിച്ച്
മടങ്ങി വരണമെന്ന് പറഞ്ഞ് ഒരു ഓഫറിംഗും കൊടുത്ത് എപ്പഫ്രാദിത്തോസിനെ യാത്ര ചെയ്യിച്ചു. അങ്ങനെ എപ്പഫ്രാദിത്തോസ് AD 61 വീട്ടുതടങ്കിൽ കിടക്കുന്ന പൗലൂസിനെ കാണുവാൻ വന്നപ്പോൾ ഫിലിപ്പിയ സഭ കൊടുത്തു അയച്ച ഈ ഓഫറിംഗ് ഒക്കെ വാങ്ങിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് എപ്പഫ്രാദിത്തോസ് തിരികെ ഫിലിപ്പിയയിലേക്ക് യാത്ര പുറപ്പെടുന്നത് കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലൂസ് എപ്പഫ്രാദിത്തോസിനോട് പറഞ്ഞു, കുഞ്ഞെ നീ ഒന്ന് നിൽക്ക്, എനിക്ക് ചില കാര്യങ്ങൾക്ക് അവർക്ക് നന്ദി പറഞ്ഞ് ഒരു കത്തെഴുതണമെന്ന് പറഞ്ഞ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ കത്താണ് ഫിലിപ്പിയ സഭയുടെ ലേഖനം. കരങ്ങൾ എഴുതിയ സ്തോത്രം പറഞ്ഞാട്ട് ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയ സഭ തന്നോട് കാണിച്ച പ്രധാനപ്പെട്ട 4 കൂട്ടായ്മകൾക്ക് നന്ദി പറയുന്നുണ്ട്. 4 കൂട്ടായ്മയിൽ അപ്പോസ്തലനായ പൗലൂസിനോട് ചേർന്ന് ഈ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ തന്നോട് ചേർന്ന് നിന്നതിന് നന്ദി പറയുകയാണ്. അതിൽ ഒന്നാമത് കാണിച്ച കൂട്ടായ്മയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലൂസ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒന്നുകൂടെ വായിച്ചാട്ട്. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുകയാ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫിലിപ്പിയരെ കുറിച്ച് ഓർക്കുന്ന സമയമൊക്കെയും ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. കരങ്ങൾ സ്തോത്രം പറഞ്ഞാണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കള് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ദൈവദാസൻ ഓർക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയാനിടയാവരുത്. ആ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് നിങ്ങളെ ഓർത്ത് നന്ദി പറയാനിടയായിത്തീരണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുകയാ, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറയാറുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, 1-ാമത്തെ ദിവസം മുതൽ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ സുവിശേഷ വേലയിലുണ്ടായിരുന്നു. ഒരു സഭയിൽ നിന്ന്, സഭാവിശ്വാസികളിൽ നിന്ന് ഒരു ദൈവദാസന് വേണ്ട ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് ഈ കാര്യത്തിലാണ്. ഒരു സഭയിൽ നിന്ന്, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഒരു ദൈവദാസന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പിന്തുണ സഭയിലെ വിശ്വാസികൾ സുവിശേഷ വേലയിൽ ദൈവദാസനോട് ചേർന്നുണ്ടാകണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാ. അപ്പോസ്തലനായ പൗലോസിനോട് ഈ ആദ്യത്തെ വിശ്വാസി പറയുന്നത് എന്താണെന്നറിയാമോ? 16-ാം അധ്യായത്തിലേക്ക് വന്നേ, 14 മുതലുള്ള വാക്യങ്ങൾ എന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുധിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഇവിടെ തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായിരിക്കുന്ന ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ പൗലൂസിന്റെ പ്രസംഗം കേട്ടു. പൗലൂസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. 15-ാം വാക്യത്തിൽ പറയുന്നു, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്നപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. 1-ാം നാൾ മുതൽ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കാണിച്ച കൂട്ടായ്മ എന്ന് പൗലൂസ് അഡ്രസ് ചെയ്യുന്ന വിഷയം ഇതാ. എന്താ? ആദ്യമായി ഫിലിപ്പിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ പുഴവക്കത്തിരുന്ന് രക്താംബരം വയ്ക്കുന്ന സഹോദരി സുവിശേഷം കണ്ട് രക്ഷിക്കപ്പെട്ടു. അന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറയുകയാ, നിങ്ങൾക്ക് എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നു എങ്കിൽ നിങ്ങൾ ഇനി എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം.
എന്ന് പറഞ്ഞാൽ ആശയം എത്രയേ ഉള്ളൂ? കർത്താവ് ഹൃദയം തുറന്നപ്പോൾ അവള് പറയുകയാ, എന്റെ വീടിന്റെ വാതിൽ കർത്താവിന് വേണ്ടി ഞാൻ തുറക്കുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം നീ കൊടുത്തെങ്കിൽ നിന്റെ വീടിന്റെ വാതിൽ കർത്താവിന് വേണ്ടി നീ തുറന്നു കൊടുക്കണം. ഒന്നാമത്തെ നാൾ മുതൽ നീ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കാണിച്ച കൂട്ടായ്മയെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആശയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ദിവസം ഒരു ദർശനം അനുസരിച്ച് ഫിലിപ്പിയിലേക്ക് ചെന്നു. ഫിലിപ്പിയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. ആദ്യമായി ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. അവൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവൾ പറയുക, അപ്പോസ്തലന്മാരെ, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണുന്നുവെങ്കിൽ ഇനി നിങ്ങൾ വേറൊരു വീട്ടിൽ പോകണ്ട. എന്താ കാര്യമെന്നറിയാമോ? എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് പരിചയമുള്ള പലരും യേശുവിനെ കണ്ടിട്ടില്ല, ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക. നിങ്ങൾ അവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്ത് പറഞ്ഞ് അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു അവിടെ താമസിപ്പിച്ചു. സുവിശേഷ വേലയിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അവിടെ കൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ സേഫ് സോണിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നത്. ഇന്ന് രാവിലെ പാഷ അനീഷ് അതിനെല്ലാം മറുപടി പറഞ്ഞായിരുന്നു. നമ്മൾ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടു എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രക്ഷിക്കപ്പെടാത്ത സഹോദരങ്ങൾ സുവിശേഷം അറിയണം. അതിനു വേണ്ടി നമ്മൾ പോകണം. രക്ഷിക്കപ്പെട്ട നമ്മൾ പോയില്ലേ, രക്ഷിക്കപ്പെടാത്തവൻ പോവോ? എന്നോട് എനിക്കൊരു ദൈവദാസൻ ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടവൻ ദൈവവേലയ്ക്ക് കൊടുത്തില്ല, പിന്നെ രക്ഷിക്കപ്പെടാത്തവൻ ദൈവവേലയ്ക്ക് കൊടുക്കുവോ? സുവിശേഷം അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വവും കടമയുമാണ് രക്ഷിക്കപ്പെടാത്തവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന സകല കഴിവും സകല സമ്പത്തും നിന്റെ ആയുസ് നിനക്കുള്ള സകല മാധ്യമങ്ങളും നീ ഉപയോഗപ്പെടുത്തണം. പൗലോസ് പറയുകയാ, ഒന്നാമത്തെ നാൾ മുതൽ ഇന്ന് വരെയും ഫിലിപ്പിയരെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം പൗലോസിനോട് ചേർന്ന് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഫിലിപ്പിയിലെ സഭ വളരുവാൻ പ്രവർത്തിച്ച അനവധി കുടുംബങ്ങൾ അവിടെയുണ്ട്. അവരോട് അപ്പോസ്തലനായ പൗലോസ് പറയുക, ഓർക്കുമ്പോഴൊക്കെ സുവിശേഷ വേലയിൽ നിങ്ങൾ കാണിച്ച കൂട്ടായ്മയെ ഓർത്ത് സ്തോത്രം ചെയ്യും. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞിട്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങൾ ആത്മാഭിഷേകം പ്രാപിച്ചു, നിങ്ങൾ കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുക്കുന്നു. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം, നിങ്ങളെപ്പോലെ അനേകര് ഈ സത്യ സുവിശേഷം കേട്ടിട്ടില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട നീ ഇവരോട് പറഞ്ഞിട്ടില്ല. സത്യമല്ലേ? രക്ഷിക്കപ്പെട്ട നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് നമ്മുടെ വീട്ടിലുള്ളവർക്കറിയത്തില്ല. നമ്മൾ സ്നാനപ്പെട്ടതാണെന്ന് നമ്മുടെ കുടുംബക്കാർക്ക് അറിയത്തില്ല. ഈ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന സത്യം നമ്മൾ അറിഞ്ഞിട്ട് ഇത് നമ്മുടെ സ്വന്തം മാതാവിനോടോ പിതാവിനോടോ പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇതൊക്കെ ഒരു തമാശ ആയിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത്. ഇതൊരു സീരിയസ് ആയിരിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലായാൽ നമ്മൾ നിശ്ചയമായിട്ടും മറ്റുള്ളവരോട് ഇത് പറയും. ഞങ്ങളിങ്ങനെ എപ്പോഴും കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്ന് വഴി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വണ്ടിക്കാരൻ ലൈറ്റ് അടിച്ച് കാണിച്ചിട്ട് പറയും, സാറേ അങ്ങോട്ട് പോകണ്ട, വഴി ബ്ലോക്കാണെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് അവനറിയാം. വെറുതെ കഷ്ടപ്പെട്ട് അത്രയും ദൂരം യാത്ര എടുത്ത് തിരിച്ചു വരണ്ട. രക്ഷിക്കപ്പെട്ട നമ്മൾ, ഈ പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാത്തവരോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല യേശുവിനെ കുറിച്ച്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്ക്, നിങ്ങൾ ഈ ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ വിശ്വാസിയായിരിക്കുന്ന ലിദിയ ചെയ്തത്, അവൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൾ പറയുക അപ്പോസ്തലന്മാരോട്, നിങ്ങൾക്ക് എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണാൻ കഴിയുമെങ്കിൽ എൻ്റെ വീടിൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കുകയാണ്. സുവിശേഷം കേട്ടിട്ടില്ലാത്ത, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ചിലരെ ഞാൻ വിളിക്കാം, നിങ്ങൾ അവരോട് സുവിശേഷം പറ എന്ന് പറഞ്ഞ് ആ ദേശത്ത് ഒരു വലിയ സഭയുണ്ടാകുവാൻ ഈ സഭയിലെ ഓരോ വിശ്വാസികളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
പൗലോസ് അപ്പോസ്തലനോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നീ പോയി പ്രവർത്തിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നീ പോയി പ്രവർത്തിക്കുവാൻ നിനക്കാവശ്യമായിരിക്കുന്ന പൈസ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരികയും ചെയ്യാം. പൗലോസ് തന്നെ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, തെസ്സലോനിക്കയിൽ ഞാൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് 2 വട്ടം അയച്ചു തന്നത് ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമുക്ക് എല്ലായിടത്തും പോയി സുവിശേഷം പറയാൻ ഒരുപക്ഷെ കഴിയത്തില്ലായിരിക്കാം, എല്ലായിടത്തും പോയി യേശുവിനെ പറ്റി പറയുവാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കാം. പക്ഷേ അതിന് നമുക്ക് കഴിയത്തില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, അവിടെ പോയി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. 2, അങ്ങനെ പോയി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനും കുടുംബത്തിനും വേണ്ടി സാമ്പത്തികമായ നിലയിൽ ചെറിയൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സഭകൾ 2005 മുതൽ തുടങ്ങി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രാക്ടീസ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ മാസവും നമുക്ക് കർത്തൃമേശയുണ്ട്. ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായി വരുന്ന ദൈവമക്കൾ ദൈവസന്നിധി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഒരു വലിയ ഒരുക്കത്തോടു കൂടി വരികയും ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ 3 ദിവസത്തെ ഉപവാസത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ നിങ്ങൾ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്താൽ, നിങ്ങൾക്ക് പോയി പ്രവർത്തിക്കാൻ കഴിയത്തില്ലാത്ത ഒറീസയുടെയോ ആന്ധ്രയുടെയോ നേപ്പാളിൻ്റെയോ ഏതെങ്കിലും ഒരു വില്ലേജിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെയും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റും, അവർക്കൊരു ചെറിയ സപ്പോർട്ട് കൊടുക്കാനും പറ്റും. അങ്ങനെ 2005 തുടങ്ങിയ പ്രവർത്തനമാണ് ഈ 2015 എത്തുമ്പോൾ 150ഓളം പ്രവർത്തനം ഇന്ത്യയിലും നേപ്പാളിലുമായി തുടങ്ങാൻ കഴിഞ്ഞത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് UAE-യിലും മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കളുടെ അകത്ത് സ്വർഗത്തിലെ ദൈവം ഈ ഒരു ദർശനം കൊടുത്തപ്പോൾ ആ ദർശനത്തിൽ പങ്കാളികളായി തീർന്ന ദൈവമക്കൾ കൊടുത്ത ചില്ലിക്കാശാണ് ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, സുവിശേഷ വേലയിൽ നമ്മൾ കാണിക്കുന്ന കൂട്ടായ്മ, സുവിശേഷ വേലയിൽ കൂട്ടായ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസനോട് ചേർന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുക. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, 1:14-15 വാക്യങ്ങളിൽ പറയുന്നു, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക്, 4 വിഭാഗത്തെയാണ് പൗലോസ് പറയുന്നത്. യവനന്മാർ, ബർബരന്മാർ, ജ്ഞാനികൾ, ബുദ്ധിഹീനർ, ഞാൻ കടക്കാരനാകുന്നു. 15ാമത്തെ പകുതി പറയുന്നു, റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ സുരക്ഷിക്കപ്പെട്ട് എൻ്റെ മേൽ ഒരു നിർബന്ധം കിടക്കുന്നു. ഞാൻ യവനന്മാരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ബർബരന്മാരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ജ്ഞാനികളോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ബുദ്ധിഹീനോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇവരുടെ മേൽ, ഇവരോടൊക്കെ ഞാൻ സുവിശേഷം പറഞ്ഞു തീരുവോളം എൻ്റെ മേൽ ഒരു വലിയ ഭാരമുണ്ട്, ഒരു വലിയ കടമുണ്ട്. ഈ കടം വീട്ടാന് റോമയിലുള്ള നിങ്ങളുടെ അടുക്കിലേക്കും വന്നത്. സുവിശേഷ വേലയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാരം നിങ്ങൾ നോക്കിക്കേ. പൗലോസ് അതിനെ കാണുന്നത് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തവനെ പോലെയാ. കരങ്ങൾ ഇത് സ്വതന്ത്രം പറഞ്ഞാട്ട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ വേലയെക്കുറിച്ച് റോമസഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, എൻ്റെ മേൽ ഒരു വലിയ ഭാരം, ഒരു കടമുണ്ട്. എന്താണ് ആ കടം? ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. ഞാൻ അറിഞ്ഞ സത്യം ഞാൻ 4 വിഭാഗത്തോട് പറഞ്ഞിട്ടില്ല. യവനന്മാർ, ബർബരന്മാർ, ബുദ്ധിഹീനർ, ജ്ഞാനികൾ, ഇവരോടൊക്കെ ഞാൻ ഇത് പറഞ്ഞു തീരുന്നത് വരെ ദൈവസന്നിധിയിൽ ഞാൻ കടക്കാരനാണ് എന്ന ബോധ്യം പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളിൽ വന്നപ്പോൾ താൻ
തൻ്റെതായിരിക്കുന്ന യാതൊരു സുരക്ഷിതത്വമായിരിക്കുന്ന സാഹചര്യങ്ങളും നോക്കാതെ റോമയിൽ വരെ വന്ന്, ഫിലിപ്പിയിൽ വന്ന്, കോരിന്തിൽ വന്ന്, ഗലാത്തിയിൽ വന്ന്, എഫേസോസിൽ വന്ന്, തെസ്സലോനിക്കയിൽ വന്ന്, അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം പോവുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അകത്തൊരു ഭാരമുണ്ട്, ഞാനൊരു കടക്കാരനാണെന്ന്. ആരെയും നിർബന്ധിച്ച് ഈ വേല ചെയ്യിക്കാൻ പറ്റത്തില്ല. ആരെയും നിർബന്ധിച്ച് സുവിശേഷ വേല ചെയ്യിക്കാൻ പറ്റത്തില്ല. പണ്ടുള്ള ആൾക്കാർ പറയും ഉന്തി മരം കയറ്റുന്ന പോലെയാണ്. ഉന്തി മരം കയറ്റിയ ഉന്തുന്നതിൻ്റെ കൈ വലിക്കുമ്പോൾ ഇവനെന്ത് ചെയ്യും? താഴെ പോരും. സുവിശേഷ വേലയെന്ന് പറയുന്നത് അത് ഒരു ഭാരത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കർത്തവ്യമാണ്, ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് പറയാൻ വേറൊരാൾ വരത്തില്ല, ഞാൻ ദൈവസന്നിധിയിൽ അത് ചെയ്യുന്നത് വരെയും കടക്കാരനാണ് എന്ന ബോധ്യം ഒരുവൻ്റെ അകത്ത് വരുമ്പോൾ അവന് സമാധാനമായിട്ട് ഉറക്കം വരത്തില്ല. ഒരു വ്യക്തിയോട് എങ്ങനെ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം DL മൂടി എന്ന് പറയുന്ന ദൈവദാസൻ വളരെ തിരക്കേറിയ ശുശ്രൂഷയായിരുന്നു. പക്ഷെ അദ്ദേഹം വന്ന് കിടക്കാൻ വേണ്ടി കട്ടിൽ കിടന്നപ്പോഴാണ് ഓർത്തത്, ഇന്ന് ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞില്ലല്ലോ. നല്ല പ്രസംഗം പ്രസംഗിച്ചതാ, പക്ഷേ പേഴ്സണൽ ഇവാഞ്ചലിസം. കിടന്ന കിടക്കയിൽ നിന്ന് രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ തെരുവിൽ കൂടി നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വഴിസൈഡിൽ കിടക്കുന്നു. ചെന്നിട്ട് പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചെഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഒരു 5 മിനിറ്റ് തരണം, എനിക്ക് യേശുവിനെ പറ്റി പറയാനാ. ഇവൻ തിരിച്ചെഴുതി, നീ ആരാ? DL മൂടിയാണോ? അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ DL മൂടിയാ. എന്ന് പറഞ്ഞാൽ ഇതൊരു നിർബന്ധമാണ്, ഇതൊരു ഭാരമാണ്, ഇതൊരു ദൈവസന്നിധിയിൽ കടമാണ് എന്ന ഒരു ഭാരം അകത്ത് വന്നാൽ ആ വ്യക്തിയുടെ പുറകെ വേല ചെയ്യട, ആരാധനയ്ക്ക് സമയത്തിന് വാ, മറ്റേ വ്യക്തിയെ വിളിക്കുക എന്നൊന്നും ആരും പറയണ്ട. അകത്ത് ഭാരമാ. അവൻ രക്ഷിക്കപ്പെടുന്നത് വരെ. പൗലോസ് പറയുന്നതാണ്, ഞാൻ അങ്ങ് ഭയപ്പെടുകയാ, നിങ്ങളെ ഉപായത്താൽ പിശാചി ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഭാരപ്പെടുന്നു. അതെന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഇതാ കാര്യം. എൻ്റെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വളരെ മുമ്പോട്ട് പോവുകയാണ്. ഒന്നാമത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഫിലിപ്പിയ സഭ കാണിച്ച കൂട്ടായ്മ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, സുവിശേഷ വേലയിൽ പൗലോസിനോട് ചേർന്ന് ഫിലിപ്പിയ സഭ നിന്നു. രണ്ടാമത്തെ ആശയം വായിച്ചാട്ട്, 2-ാമത്തെ അധ്യായം, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഈ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ എന്തോ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം താൻ പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഈ വാക്യം വായിച്ചാൽ മനസ്സിലാവും. കാരണം ഈ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ 4 പ്രാവശ്യം 4 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 1, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ. 2, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ. 3, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. 4, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. ഈ ഒരൊറ്റ വാക്യത്തിൽ തന്നെ 4 പ്രാവശ്യമാണ് 2 വാക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 1 വല്ല, 2 ഉണ്ടെങ്കിൽ. വല്ല പ്രബോധനമുണ്ടെങ്കിൽ, വല്ല ആശ്വാസമുണ്ടെങ്കിൽ, വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. അപ്പോൾ വല്ല ഉണ്ടെങ്കിൽ എന്ന 2 പദം 4 പ്രാവശ്യം താൻ ഉപയോഗിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വായിച്ചാട്ട്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി. ഈ 4 പ്രാവശ്യം ഈ വാക്കുകൾ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? നിങ്ങൾ
ഏക മനസ്സുള്ളവരാകണം. അടുത്തത് ഏക സ്നേഹം പൂണ്ട് ഏക സ്നേഹമുള്ളവരാകണം. ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളോട് എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, സഭയ്ക്കകത്ത് ഏക മനസ്സ്, ഏക സ്നേഹം, ഏകഭാവം ഇതുണ്ടായാൽ സഭയിൽ ഉണ്ടാകുന്നതാണ് ഐക്യത. ഐക്യത എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്നതാ കേട്ടോ. ഇതങ്ങനെ ഉണ്ടായി വരുന്നതല്ല. ഇത് സഭയ്ക്കകത്ത് എന്ത് ചെയ്യണം? നമ്മളായിട്ടുണ്ടാകണം. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറയാം, ഞാനായിട്ട് ഈ സഭയിൽ ഐക്യത തകർക്കത്തില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്, ഞാനായിട്ട് ഈ സഭയിൽ കർത്താവിനെ സാക്ഷി നിർത്തിയാ പറയുന്നത്, ഓർത്തോണേ. പ്രീസലോ ഉറക്കെ പറഞ്ഞു, ഞാനായിട്ട് ഈ സഭയ്ക്കകത്ത് ഐക്യത തകർക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. സഭയിൽ ഐക്യത. പൗലോസ് പറയുക, എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ സഭയിൽ ഏക മനസ്സ്, ഏക സ്നേഹം, ഏകഭാവം, ഈ 3 കാര്യങ്ങൾ സഭയിലുള്ള വിശ്വാസികൾ തമ്മിൽ ഉണ്ടായാൽ ആ സഭയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഐക്യത. സഭയിൽ യൂണിറ്റി ഉണ്ടാകുന്നത് ഏക മനസ്സ്, ഏകഭാവം, അടുത്തത് ഏക മനസ്സ്, ഏക സ്നേഹം, ഏകഭാവം. ഇത് 3 ഉണ്ടാകുമ്പോൾ ആ സഭയിൽ ഐക്യത ഉണ്ടാവുകയും എൻ്റെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സഭയിൽ ഈ ആത്മാവിൻ്റെ ഐക്യതയിലെത്തണം. ഐക്യത സഭയ്ക്കകത്തുണ്ടാകണം. ഐക്യത സഭയ്ക്കകത്തുണ്ടാകണമെങ്കിൽ ഏക മനസ്സ്. നമുക്കെല്ലാം പല മനസ്സാണ്. പല മനസ്സ്, അതുപോലെ തന്നെ പല ഭാവം. പക്ഷേ ഇതൊക്കെ നമ്മുടെ എല്ലാം അകത്തുള്ളപ്പോഴും നമ്മൾ ഒരു ദൈവഹിതത്തിന് വേണ്ടി ആ സന്തോഷം പൂർണ്ണമാകുവാൻ, ഐക്യത ഉണ്ടാകുവാൻ ഞാനായിട്ട് അതിനോട് അങ്ങ് എന്ത് ചെയ്യുക? താതാത്മ്യപ്പെടുക. അതിനോട് ഞാൻ അങ്ങ് യോജിക്കുകയാണ്. ഏക സ്നേഹം, ഏകഭാവം, ഇത് 3 ഒന്നായി സമ്മേളിക്കുമ്പോൾ ആ സഭയിൽ വെളിപ്പെടുന്നതാണ് ഈ ഐക്യത എന്ന് പറയുന്നത്. ഐക്യത സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആ സഭയ്ക്കകത്തെ, വേദപുസ്തകത്തിൽ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ സഭയ്ക്കകത്ത് ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ, ഐക്യത നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാകാൻ പുറപ്പാടിൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങളുടെ വായിച്ചാട്ട്, തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവര നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമയുണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് തിരുവഴുത്തിൽ സമാഗമന കൂടാരം അല്ലെങ്കിൽ തിരുനിവാസം എന്നൊരാശയം ഇവിടെ മോശയിൽ കൂടി സ്വർഗത്തിലെ ദൈവം പറയുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണേ. തിരുനിവാസം എന്ന്, സമാഗമന കൂടാരമെന്ന് പഴയ നിയമത്തിൽ വിവക്ഷിച്ചിരിക്കുന്ന ആശയം പുതിയ നിയമസഭയുടെ നിഴല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട് ഒന്ന് നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമായോണ്ടാണ് അങ്ങനെ പറയുന്നത്. പുതിയ നിയമസഭയുടെ നിഴലാണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് പ്രധാനമായും 7 ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്ന 7 അടിസ്ഥാന ഉപദേശം ഈ തിരുനിവാസത്തിന്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന 7 ഉപകരണങ്ങളുടെ നിഴലായി വേദപണ്ഡിതാക്കൾ പറയുന്നു. തിരുവെഴുത്ത് വായിക്കുമ്പോൾ തിരുനിവാസത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന 7 ഉപകരണം: 1 ദൈവത്തിന്റെ പെട്ടകം, 2 കൃപാസനം, 3 ധൂപപീഠം, 4 തങ്ക നിലവിളക്ക്, 5 കാഴ്ചയപ്പത്തിന്റെ മേശ,
6 പിച്ചളത്തൊട്ടി, 7 യാഗപീഠം. ഈ 7 ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത് ഈ സമാഗമന കൂടാരത്തിൻ്റെ അകത്താണ്. ഈ സമാഗമന കൂടാരം നിർമ്മിച്ചിരിക്കുന്നത് കതിരമരം കൊണ്ടാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. സമാഗമന കൂടാരം എന്ന് പറയുന്ന സമാഗമന കൂടാരത്തിൻ്റെ പലകകൾ എന്ന് പറയുന്നത് പുതിയ നിയമസഭയിലെ ഓരോ വിശ്വാസിയുടെ നിഴലാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. ഒരിക്കൽ കൂടി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. സമാഗമന കൂടാരത്തിന്റെ ഓരോ പലകകളെയും പൊടിലായി വെച്ചിരിക്കുന്നത് പുതിയ നിയമസഭയിലെ ഓരോ വിശ്വാസിയാ. ഈ സമാഗമന കൂടാരത്തിന്റെ അകത്ത് 7 ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നു. 1 പെട്ടകം, 2 കൃപാസനം, 3 ധൂപപീഠം, 4 തങ്ക നിലവിളക്ക്, 5 കാഴ്ചയപ്പത്തിന് മേശ, 6 പിച്ചളത്തൊട്ടി, 7 യാഗപീഠം. ഇത്രയും സാധനമാണ് സമാഗമന കൂടാരത്തിന്റെ അകത്തുള്ളത്. എന്നാൽ സമാഗമന കൂടാരം പണിയുന്നത് സ്വർഗത്തിലെ ദൈവം പുറപ്പാട് 26:15 പറയുന്നു, തിരുനിവാസത്തിന് കതിരമരം കൊണ്ട് നിവര നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്കും ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന് പലകയൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. തിരുനിവാസം പണിയാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പലകയ്ക്ക് അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ വിശ്വാസി സഭയുടെ ഭാഗമായി തീരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് പലകയ്ക്ക് 10 മുഴം നീളം, 1.5 മുഴം വീതി ഉണ്ടായിരിക്കണം. മാത്രമല്ല ഓരോ പലകയും ഒന്നോടൊന്ന് ചേർന്നിരിക്കണം. സമാഗമന കൂടാരത്തിന്റെ പലക പുതിയ നിയമ സഭയുടെ നിഴലാണെങ്കിൽ കതിരമരം യാതൊരു ഭംഗിയുമില്ലാത്ത കറുത്തത് നാരുള്ളതായിരിക്കുന്നതാണ്. പക്ഷേ പലക ആലയത്തിന് ഉപയോഗിക്കുമ്പോൾ പലകയ്ക്ക് മുകളിൽ സ്വർണ്ണപ്പാളി കവർ ചെയ്യണം. എന്തിനാ കവർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് അകത്തുള്ളത് പുറത്ത് കാണാതിരിക്കാനാണ്. കർത്താവിൻ്റെ കൃപ നമ്മളെ പൊതിയുന്നതൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ തെറ്റിദ്ധരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പലക ഓരോന്നും ഒന്നോടൊന്ന് ചേർന്നിരിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മളെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് സമാഗമന കൂടാരത്തിൻ്റെ പലകകൾ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം, മോശയോട് സ്വർഗത്തിലെ ദൈവം മരുഭൂമിയിൽ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് 7 ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ വളരെ പ്രാധാന്യമുള്ള 2 കാര്യം മാത്രം ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പുരോഹിതന് അവകാശപ്പെട്ടതായ കാഴ്ചയപ്പം. ഇത് തിരുനിവാസത്തിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നതാണ്. ഇസ്രായേലിൽ പുരോഹിതന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെയും സംഖ്യക്കൊത്തവണ്ണം 12 അപ്പമുണ്ടാക്കി ശബത്തിന് ദിവസം രാവിലെ കൊണ്ടുവന്ന് കാഴ്ചയപ്പത്തിന് മേശയിൽ വെച്ച് 1 ആഴ്ച അത് ആ കാഴ്ചയപ്പത്തിന് മേശയിൽ കാണും. ഇത് പുരോഹിതനുള്ള അവകാശമാണ് കാഴ്ചയപ്പം. അപ്പോൾ തിരുനിവാസത്തിൻ്റെ അകത്ത് കാഴ്ചയപ്പത്തിന് മേശയിരിക്കുന്നു. അതുകൊണ്ട് മരുഭൂമിയിലുള്ളതായ സമാഗമന കൂടാരത്തിൽ പലകകൾ തമ്മിൽ അകന്നിരുന്നാൽ ഉണ്ടാകുന്ന 2 പ്രത്യാഘാതം. ഒന്ന്, ഈ പലകയ്ക്കിടയിലുള്ള ഗ്യാപ്പിൽ കൂടി മരുഭൂമിയിൽ വീശിയടിക്കുന്ന മണൽക്കാറ്റ് സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ അപ്പത്തെ മണ്ണ് കയറും. ഈ മണ്ണ് കയറിയ അപ്പം പുരോഹിതന്റെ അവകാശമാണെങ്കിൽ പുരോഹിതൻ ഈ അപ്പം കഴിച്ച് മണ്ണ് കടിച്ചാൽ പുള്ളി വല്ലതും പറയും. ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ദൈവാലയത്തിൽ തങ്ക നിലവിളക്കുണ്ട്, ഒരിക്കലും ഇത് കെട്ടുപോകാൻ പാടില്ല. പലകകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായാൽ വീശിയടിക്കുന്ന കാറ്റിൽ ഈ ആലയത്തിനകത്തുള്ള വിളക്ക് കെട്ടുപോകും. 3, ഈ തിരുനിവാസത്തിന്റെ പലക അകന്നിരുന്നാൽ മരുഭൂമിയിലെ ജീവികൾ ഏതെങ്കിലും ആലയത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് ആലയം അശുദ്ധമാക്കുകയും
കാഴ്ചയപ്പം എടുത്തുകൊണ്ട് പോവുകയും ഉപകരണങ്ങൾക്ക് ദോഷം വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, മോശെ, നീ തിരുനിവാസം പണിയുമ്പോൾ കതിരമരം സ്വർണ്ണപ്പാളികൾ പതിച്ചിട്ട് അത് ഒന്നിനോടൊന്ന് ഓവർലാപ്പ് ചെയ്ത് വേണം നിർത്താൻ, നിവര നിർത്താൻ. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന മകുടവും ഉണ്ടാക്കണം എന്ന് മോശയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, പുതിയ നിയമസഭയുടെ നിഴലാണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിൻ്റെ ഓരോ പലകകളെങ്കിൽ ഈ പലകകളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെരിഞ്ഞിരുന്നാൽ അകത്ത് ആലയത്തിൻ്റെ വിളക്കും പോകും, ആ പുരോഹിതന്റെ അവകാശമായിരിക്കുന്ന അപ്പവും നഷ്ടപ്പെടും, അപ്പത്തിന്മേൽ മണ്ണും കടിക്കാനിടയായിത്തീരും. അതുകൊണ്ട് പുരോഹിതൻ മോശയോട് പറയുകയാണ്, കതിരമരം കൊണ്ട് പലകയുണ്ടാക്കി നിവരെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും പലകകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാതെ ഒന്നിനോട് ഒന്ന് ചേർന്നിരിക്കണം. പുതിയ നിയമസഭയിൽ കതിരമര സമാഗമന കൂടാരം പുതിയ നിയമസഭയുടെ പൊരുളാണെങ്കിൽ, പുതിയ നിയമസഭയിലെ ഓരോ വിശ്വാസിയും പഴയ നിയമത്തിലെ കതിരമരത്തിലെ ഓരോ പലകയുടെ നിഴലാണ്. ആ പലകയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായാൽ അകത്തെ വിളക്ക് കെട്ടുപോകുന്നത് പോലെ, അപ്പത്തിന്മേൽ പൂഴി വീഴുന്നത് പോലെ, അപ്പം നഷ്ടപ്പെടുന്നത് പോലെ തകർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ പുതിയ നിയമസഭയാകുന്ന പുതിയ നിയമസഭയിലെ വിശ്വാസികൾ തമ്മിൽ ഐക്യതയില്ലെങ്കിൽ, പുതിയ നിയമസഭയിലെ വിശ്വാസികൾ തമ്മിൽ ഐക്യതയില്ല എന്നുണ്ടെങ്കിൽ അകത്ത് ദുരുപദേശം കടന്നു വരും. മാത്രമല്ല, അകത്തെ ഐക്യത നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അകത്തെ ചൈതന്യം നഷ്ടപ്പെടും. ആലയത്തിൻ്റെ അകത്ത് അപ്പത്തിന് ക്ഷാമമുണ്ടാകും, വിവിധ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയേണ്ട വലിയൊരു പ്രാധാന്യമുള്ള സത്യം എന്ന് പറയുന്നത്, പൗലോസ് പറയുകയാ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഏകഭാവമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിനെന്ന് പറയുന്നത് സഭയ്ക്കകത്തുണ്ടാകേണ്ട ഐക്യതയാ. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം, സഭയ്ക്കകത്ത് ഐക്യതയില്ലയോ, സഭയ്ക്കകത്ത് സമാധാനമില്ലയോ, സഭയ്ക്കകത്ത് പ്രതിസന്ധിയാണോ, അതിന് കാരണമെന്ന് പറയുന്നത് വിശ്വാസികൾ തമ്മിലുള്ള യൂണിറ്റി ഇല്ലായ്മയാണ്. അതുകൊണ്ട് സമാധാനം സഭയിൽ ഉണ്ടാകണമെങ്കിൽ, സന്തോഷം സഭയിൽ ഉണ്ടാകണമെങ്കിൽ വിശ്വാസികൾ അത് തമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഏകഭാവം, ഏകമനസ്സ്, ഏക സ്നേഹം, ഇത് നമ്മൾ സഭയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യതയ്ക്ക് വിഘാതം വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജാതീയമായിരിക്കുന്ന വ്യവസ്ഥയായിരുന്നു. യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികളുണ്ട്, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികളുണ്ട്. ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, അഭിഷേകം പ്രാപിച്ചതാ, കർത്തൃമേശ എടുക്കുന്നത്. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ബെസ്റ്റ് എക്സാമ്പിൾ തിരുവെഴുത്ത് വായിച്ചാൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ പത്രോസ് ഗലാത്യയിൽ ചെന്നപ്പോൾ മരിക്കാൻ തയ്യാറായ പത്രോസ്, യാക്കോബിന്റെ സഭയിൽ നിന്ന് ചിലര് ഗലാത്യയിൽ വന്നു എന്ന് മനസ്സിലായപ്പോൾ അവരോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി താൻ എഴുന്നേറ്റ് പോയി. പൗലോസ് കയറി വഴക്കുണ്ടാക്കി, എടാ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നീ ജാതികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന പ്രശ്നം? പുള്ളിക്ക് അത് തയ്യാറല്ല. ഇന്ന് സഭയിലുള്ളതായിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചതാണ്, എല്ലാം ഓക്കെയാണ്, യേശുവിന് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ ഈ ഒരു ഡിവിഷൻ ഉണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ. മരിക്കാൻ രക്തസാക്ഷിത്വം, പത്രോസ് പറയുന്നത്, യേശുവിനെ നേരെ ക്രൂശിച്ചു എങ്കിൽ എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി, ഞാനതിന് തയ്യാറാണ്. പക്ഷേ ഈ ജാതികളോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രണ്ട് ആശയങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുന്നു, ഒന്നാം നാൾ മുതൽ ഇന്നു വരെയും നിങ്ങൾ സുവിശേഷ ഘോഷണത്തിങ്കൽ എന്നോട് കാണിച്ച കൂട്ടായ്മ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രിയിൽ
ദൈവവചനം കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, നിങ്ങളെ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ വേലയിൽ, നിങ്ങൾ സുവിശേഷ വേലയിൽ, സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, നിങ്ങളെ ഓർത്ത് ഒരു ദൈവദാസൻ കർത്താവിന് നന്ദി പറയാൻ തക്ക നിലയിൽ വേണം നമ്മൾ നമ്മുടെ സഭയിൽ ആയിരിക്കുവാൻ. സുവിശേഷ ഘോഷണത്തിന് വേണ്ടി നിങ്ങൾ ദൈവദാസനോട് ചേർന്ന്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിൽ തുറന്ന്, രക്ഷിക്കപ്പെടാത്തവരെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ദൈവവചനം പറഞ്ഞു കൊടുത്ത് അവരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരണം. ദൈവസഭ വളരുന്നത് അങ്ങനെ. അപ്പോസ്തലനായ പൗലോസ് രണ്ടാമതായിട്ട് പറയുന്നു, എൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ ഏക മനസ്സും ഏകഭാവവും അതുപോലെ തന്നെ ഏക സ്നേഹവും ഏകഭാവവും ഏക മനസ്സുമുള്ളവരായി ഇങ്ങനെ നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം.